ഒരു രാജ്യത്ത് ഒരു നട്ടലുള്ള ഒരു ഭരണാധികാരി വരുമ്പോൾ ആ രാജ്യം വലിയ രീതിയിലേക്ക് വളരും എന്നതാണ് ഏറ്റവും പ്രധാനം. ഒരു മലയാളികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഈ നോർത്ത് ഇന്ത്യൻ ഭാഗങ്ങളിൽ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം രണ്ടുപേരെയും താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ വിവരമുള്ളത് നോർത്ത് ഇന്ത്യൻ സൈഡിലുള്ള ആളുകൾക്കാണ് എന്ന് തോന്നും. കാരണം ഹിന്ദിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പണിയൊന്നും ഇല്ല എങ്കിലും അവർക്ക് കൃത്യമായിട്ട് അറിയാം ഏത് ഭരണാധികാരി വന്നാൽ നല്ല രീതിയിൽ അവരുടെ നാട് നന്നാവുമെന്ന് അവർക്കറിയാം. പക്ഷെ മലയാളികൾ അങ്ങനെയല്ല. ഈ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഭക്ഷണപ്രിയം എന്നത് ഏറ്റവും തലയ്ക്ക് പിടിച്ചൊരു സാധനമാണ്. കേരളത്തിൽ ഏതെങ്കിലുമൊക്കെ എന്ത് വെറൈറ്റി കൊണ്ടുവന്നാലും അത് പെട്ടെന്ന് ക്ലച്ച് പിടിക്കും എന്നതാണ് ഏറ്റവും പ്രധാനം. പക്ഷെ അവർക്ക് ഈ രാഷ്ട്രീയം അത്ര വലിയ ദഹിക്കുന്നില്ല. അത് തിരിച്ചറിയാൻ അവർക്ക് ഒരുപാട് സമയമെടുക്കും. പറഞ്ഞു വരുന്നത് പശ്ചിമ ബംഗാളിലാണ്. പശ്ചിമ ബംഗാളിലെ ഓരോ മാറ്റങ്ങളും അവിടെ BJP സർക്കാർ കൊണ്ടുവരുന്ന ഓരോ മാറ്റങ്ങളും കാരണം അവിടുത്തെ ജനങ്ങൾ തന്നെ കൈയടിക്കുകയാണ്. ഇനി ഒരു ഗുജറാത്ത് പോലെ പശ്ചിമ ബംഗാൾ മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി ഒരു 10-35 വർഷത്തോളം ഇനി പശ്ചിമ ബംഗാൾ ഇനി BJPയുടെ കയ്യിൽ വള്ളയിലിരിക്കും. അവിടെ ഇനിയിപ്പോൾ ഒരു ഇലക്ഷൻ നടന്നാലും നടന്നില്ലെങ്കിലും അവിടെ BJP തന്നെ വിജയിക്കുമെന്ന കാര്യത്തിൽ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം മമതയുടെ പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസ് അടിച്ച് പിരിഞ്ഞ് പിളർന്ന് 4 കഷ്ണമായി ചിന്നിച്ചെതറിക്കിടക്കുന്നു. ഈ താക്കോൽ സ്ഥാനത്തിരുന്ന മമതാ ബാനർജിയെ അവിടുത്തെ തൃണമൂലിലെ വിമതർ തന്നെ അടിച്ചു പുറത്താക്കി. ഇനി നിങ്ങൾക്ക് ഈ തൃണമൂലുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് പറയുന്നു. 10-15 വർഷം പശ്ചിമ ബംഗാൾ അടക്കി ഭരിച്ചിരുന്ന മമതാ ബാനർജി പശ്ചിമ ബംഗാളിലെ ഓരോ മുക്കും മൂലയിലും ഇട്ടിരുന്ന പേരുകളെല്ലാം സുവേന്ദു അധികാരി തുടച്ച് നീക്കുകയാണ്. ഇനി അവിടെ മമതയുടെ ഒരു ഓർമ്മ വേണ്ട, ഇനി അവിടെ ബ്രിട്ടീഷുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഓർമ്മ വേണ്ട, പാശ്ചാത്യവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പേരുകളും ഇനി വേണ്ട എന്നുള്ളത് അവിടെ സുവേന്ദു അധികാരി ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. ഇനി അവിടെ ഭാരതവുമായി ബന്ധപ്പെട്ട പേരുകൾ, ഇനി അവിടെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പേരുകൾ, അവിടുത്തെ ഓരോ ജനങ്ങൾക്ക് മനസ്സിലെന്നും ചിന്ത ജനിപ്പിക്കുന്ന തരത്തിലുള്ള പേരുകൾ മാത്രം മതി എന്നൊരു നീക്കത്തിലേക്ക് സുവേന്ദു അധികാരി പോവുകയാണ്. അതായത് കൊൽക്കത്തയിലെയും പശ്ചിമ ബംഗാളിലെയും മറ്റ് പ്രധാന നഗരങ്ങളിലെയും റോഡുകൾക്കും പ്രദേശങ്ങൾക്കും നൽകിയിട്ടുള്ള ഒരു പേരുകളുണ്ട്. അതായത് മുഗൾ, പത്താൻ, കൊളോണിയൽ, കൂടാതെ ഭരണാധികാരികളുടെ പേരുകളൊക്കെ മാറ്റാനാണ് BJP സർക്കാർ ഇപ്പോൾ തീരുമാനിക്കുന്നത്. അതായത് മൊത്തത്തിൽ ബ്രിട്ടീഷ് പേരുകൾ മാറ്റി ഭാരതവുമായി ബന്ധപ്പെട്ടുള്ള പേരുകൾ, സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേരുകളൊക്കെ പശ്ചിമ ബംഗാളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു സുപ്രധാനമായ ഒരു തീരുമാനം. ബംഗാളിന്റെ തനതായ പൈതൃകവും സാംസ്കാരിക സ്വത്വവും വീണ്ടെടുക്കുന്നതിനായുള്ള വിപുലമായ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ നടപടി. മുഖ്യമന്ത്രി സുവേന്ദു അധികാരി നിയമസഭയിലാണ് ഇക്കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. റോഡുകളുടെയും പൊതുസ്ഥലങ്ങളുടെയും പേരുകൾ പുനഃപരിശോധിക്കുന്നതിനായി ഒരു പ്രത്യേക കമ്മിറ്റിയെ രൂപീകരിച്ചതായും മുഖ്യമന്ത്രി പറയുന്നുണ്ട്. പത്മശ്രീ തേജാവായ സ്വാമി പ്രദീപാനന്ദ മഹാരാജ് അധ്യക്ഷനായാണ് പ്രത്യേക കമ്മിറ്റി രൂപീകരിക്കുന്നത്. ഗവർണറുടെ പ്രസംഗത്തിന്മേലുള്ള നിയമസഭാ ചർച്ചയ്ക്കുള്ള മറുപടിയിലാണ് സുവേന്ദു അധികാരി പുതിയ പ്രഖ്യാപനങ്ങൾ നടത്തിയത്. ബംഗാളിന്റെ സംസ്കാരത്തിന് യാതൊരു സംഭാവനയും നൽകാത്ത വിദേശ അധിനിവേശക്കാരുടെയും ജനങ്ങളെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് ഭരണാധികാരികളുടെയും പേരുകൾ കൊൽക്കത്തയുടെ മണ്ണിൽ ഇനി വേണ്ട, അതിനെ അവശേഷിപ്പിക്കില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ്. യഥാർത്ഥ രാജ്യസ്നേഹികളുടെയും ബംഗാളിന്റെ സംസ്കാരത്തിനും സ്വാതന്ത്ര്യ സമരത്തിനും സംഭാവന നൽകിയ മഹത് വ്യക്തികളുടെയും പേരുകളാകും ഇനി റോഡുകളിൽ നൽകുക. അതായത് അവരുടെ പേരുകളായിരിക്കും ഇനി റോഡുകൾക്ക് ഒരു പേരായിട്ട് നൽകാൻ പോവുക. മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ പോലെയുള്ള യഥാർത്ഥ ജാതി സ്നേഹികളെ ആദരിക്കാൻ നിർദ്ദേശങ്ങൾ വന്നാൽ സർക്കാർ അത് പൂർണ്ണമായി സ്വാഗതം ചെയ്യുമെന്ന് സുവേന്ദു അധികാരി വ്യക്തമാക്കിയിരിക്കുകയാണ്. അതേസമയം വിദേശ നാമങ്ങളിൽ സിസ്റ്റർ നിവേദിതയുടെ പേര് ഇതിൽ നിന്നും ഒഴിവാക്കുമെന്നും അവർ ഭാരതീയ സംസ്കാരത്തിന്റെ ഭാഗമാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. കൊൽക്കത്ത മുനിസിപ്പൽ കോർപ്പറേഷൻ അടുത്തിടെ പാർക്ക് സർക്കസ് മേഖലയിലെ പ്രമുഖ റോഡായ സുന്ദർവതി അവന്യൂവിന്റെ പേര് മാറ്റി ഗോപാൽ മുഖർജി റോഡ് എന്ന് നാമകരണം ചെയ്തതുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ വലിയ തർക്കങ്ങൾ നടന്നിരുന്നു. 1946 വിഖ്യാതമായ ഗ്രേറ്റ് കൽക്കട്ട കില്ലിംഗ്സ് വർഗീയ കലാപത്തിനിടയിൽ ഹിന്ദുക്കളെ സംരക്ഷിക്കാൻ ആയുധമെടുത്ത വ്യക്തിയാണ് ഗോപാൽ മുഖർജി. വരും മാസങ്ങളിൽ കൊൽക്കത്തയിലെയും ബംഗാളിലെ മറ്റ് പ്രധാന നഗരങ്ങളിലെയും നിരവധി ചരിത്രപ്രധാനമായ റോഡുകളുടെ പേരുകൾ ഇത്തരത്തിൽ മാറുമെന്നാണ് സൂചന. വലിയ രീതിയിലുള്ള ഒരു കൊടുങ്കാറ്റ്, അതായത് ഒരു മാറ്റത്തിന്റെ ഒരു കൊടുങ്കാറ്റ് പശ്ചിമ ബംഗാളിൽ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സർക്കാർ, അത് തുടക്കം മുതലേ പശ്ചിമ ബംഗാളിൽ BJP ഉയർത്തിയതാണ്. ജനങ്ങളുടെ ക്ഷേമത്തിനും ജനങ്ങൾ പറയുന്നത് എന്തും അത് കേൾക്കാൻ വേണ്ടിയുള്ള ഒരു സർക്കാരാണ്. അല്ലാതെ സർക്കാർ പറയുന്നത് കേട്ട് ഇരിക്കേണ്ടതല്ല. ജനങ്ങൾ പറയുന്നു, അത് നമ്മൾ നടപ്പിലാക്കുന്നു എന്ന ഒരു
ആപ്തവാക്യമാണ് സർക്കാർ അവിടെ മുന്നോട്ട് വെച്ചത്. ആ രീതിയിലേക്ക് ഇനി അവിടെ ബ്രിട്ടീഷുകാരുടെയോ അല്ലെങ്കിൽ ഇനി ആരുടെ മുന്നിലേക്ക് പശ്ചിമ ബംഗാളിലെ ജനങ്ങൾ തല കുനിക്കേണ്ട, ആ രീതിയിലേക്കുള്ള ഒരു അവിടെയുള്ള ജനങ്ങൾക്ക് ഇനി തല ഉയർത്തി നിൽക്കാം. അതായത് ആരുടെ മുന്നിലും പറയാം നമുക്കൊരു സർക്കാരുണ്ട്, നമ്മുടെ വിഷമങ്ങൾ നമ്മുടെ ബുദ്ധിമുട്ടുകൾ കേൾക്കാൻ ഒരു BJP സർക്കാരുണ്ട്, അതിൻ്റെ തലവൻ സുവേന്ദു അധികാരിയാണ്. അതുകൊണ്ട് നമുക്ക് ഏത് സമയത്തും എന്തും അവിടെ ഒരു പരാതിയായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നാലോ അല്ലെങ്കിൽ സർക്കാരിനെ ബോധ്യപ്പെടുത്താൻ ചെന്നാലോ ഇരു കൈ നീട്ടി നമ്മളെ സ്വീകരിച്ച് നമ്മുടെ പരാതി കേട്ട് അതിനുള്ള ഒരു പരിഹാരം കാണാൻ അവിടെ ഒരു സർക്കാരുണ്ട് എന്ന് ജനങ്ങൾക്ക് ഒരു ഉറപ്പ് നൽകുന്ന രീതിയിലേക്ക് ഇനി അവിടെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേരുകൾ മാത്രം, രാജ്യത്ത് സംഭാവന നൽകിയവരുടെ പേരുകൾ, പശ്ചിമ ബംഗാളിലെ ഏറ്റവും വിഖ്യാതമായ ആളുകളുടെ പേരുകളൊക്കെ ഇനി അവിടെ ഉയർന്നു കേൾക്കാനുള്ള ഒരു നീക്കത്തിലേക്കാണ് സുവേന്ദു സർക്കാർ പോകുന്നത്.